ഹലോ. നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റം ചെയ്താൽ കിട്ടാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ വധശിക്ഷയാണല്ലേ. അതായത് ഇവിടെ തൂക്കിക്കൊല്ലും. ഈ വധശിക്ഷ പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. ചില രാജ്യങ്ങളിൽ വെടിവെച്ച് കൊല്ലും, ചില രാജ്യങ്ങളിൽ വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊല്ലും, ചിലയിടത്ത് ഷോക്കടിപ്പിച്ച് കൊല്ലും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുന്നു, തല വെട്ടി കൊല്ലുന്നു, അങ്ങനെ പല രീതികളാണുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ലോകത്ത് നടക്കുന്നതിൽ അല്ലെങ്കിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള 3 ശിക്ഷാരീതികളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് അറിവുകളും കൗതുകകരമായ കാര്യങ്ങളും വിശേഷങ്ങളുമൊക്കെ പങ്കുവെക്കുന്ന ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ ഞാൻ പറഞ്ഞു, നമ്മുടെ ചരിത്രത്തിൽ, ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് വധശിക്ഷാ രീതിയെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയതിൽ എനിക്ക് ഏറ്റവും ക്രൂരമായിട്ട് തോന്നിയ 3 രീതികളാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഇപ്പോൾ നടന്നിട്ടുള്ളതല്ല. സത്യത്തിൽ ഈ 3 ഇപ്പോൾ നടന്നിട്ടുള്ളതല്ല, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള ശിക്ഷാരീതിയാണ്. രാജാക്കന്മാരുടെയൊക്കെ ഭരണകാലത്താണ് ഈ ശിക്ഷാരീതി നടന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ നടന്നിട്ടുള്ളതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. സോ അതിൽ ഒന്നാമത്തെ രീതിയാണ് ബ്രേസൺ ബുൾ. ഈ ആൻഷ്യൻ ഗ്രീസിൽ, പഴയ ഗ്രീസിലാണ് ഇത് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ബ്രേസൺ ബുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ബ്രോൺസ് ബുൾ എന്ന് പറയും. ഞാനൊരു ചിത്രം കാണിക്കാം. ആ ചിത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രൂപം കിട്ടും. ഓക്കെ. ഒരു കാളയുടെ രൂപം, ഒരു ബുള്ളിൻ്റെ കാളയുടെ രൂപം വെങ്കലം കൊണ്ട്, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കി വെക്കും. അതിനുള്ളിൽ ഗ്യാപ്പായിരിക്കും. അതായത് വെങ്കലം കൊണ്ടുള്ള ഒരു കാളയുടെ വലുപ്പത്തിലുള്ള പ്രതിമ, ഒരു കാളയുടെ പ്രതിമ, അതിനുള്ളിൽ ഫുൾ ഗ്യാപ്പായിരിക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കും. ആരെയാണോ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് അയാളെ ഇതിനകത്തേക്ക് കയറ്റും, ഈ കാളയുടെ ഉള്ളിലേക്ക് കയറ്റും. അതിനുള്ളൊരു പ്രത്യേക ഡോറൊക്കെ ഉണ്ടാവും, അതിനുള്ളിലേക്ക് കയറ്റും. ഓക്കെ. അതിനുള്ളിലേക്ക് കയറ്റി വെക്കും. ആൾക്ക് ശ്വാസമൊക്കെ കിട്ടും. കാരണം ഈ കാളയുടെ വായുടെ ഭാഗത്തു നിന്നും ഒരു പൈപ്പ് പോലൊരു സാധനം ഉള്ളിലേക്ക് ഉണ്ടാവും. അതിലൂടെ ശ്വസിക്കാൻ കഴിയും. ഉള്ളിലുള്ള ആൾ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയത് പുറത്തേക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് കറക്റ്റ് മനസ്സിലാവും. ആ വായുടെ അടുത്തേക്ക് ഒരു സാധനം പോകുന്നത് കണ്ടോ. ഓക്കെ. പിന്നെ ചെയ്യുന്നത്, ആളിതിനുള്ളിലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും. ആൾക്ക് അതിനുള്ളിൽ നിന്ന് അനങ്ങാനൊന്നും കഴിയില്ല. ഈ വെങ്കല കാള പ്രതിമയ്ക്ക് അടിയിൽ ഇങ്ങനെ തീയിടും. നന്നായിട്ട് തീ ഇട്ട് കൊടുക്കും. തീയിട്ട് ഇങ്ങനെ ചൂടാക്കും. എന്ത് സംഭവിക്കും? വെങ്കലം ചൂടായാൽ അത് കംപ്ലീറ്റ് ഉള്ളിൽ ഭയങ്കരമായ ചൂട് ഉള്ളിലേക്ക് കയറൂലേ. അതിഭയങ്കരമായ ചൂട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളിലുള്ള ആളിങ്ങനെ റോസ്റ്റായി പോവും. വെന്ത് അയാൾ മരിക്കുന്ന സമയത്ത് പ്രാണവേദനയോട് കൂടിയിട്ട് അയാൾ കരയുന്ന ശബ്ദം ഈ കാളയുടെ വായിൻ്റെ ഭാഗത്തുള്ള പൈപ്പിലൂടെ പുറത്തേക്ക് വരും. ഒരു കാള ശബ്ദം ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ക്രൂരമായ രീതി. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു കംപ്ലീറ്റ് വെങ്കലം കൊണ്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും അത് വെങ്കലം ചൂടാവുമ്പോൾ ആ ചൂട് മൊത്തം ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞ് ഒരാളിങ്ങനെ വെന്തില്ലാതാകുന്ന ശിക്ഷാരീതി, അതിക്രൂരമായ ശിക്ഷാരീതിയായിരുന്നു ബ്രേസൺ ബുൾ. രണ്ടാമത്തെ ഒരു ശിക്ഷാരീതി എന്ന് പറയുന്നത്, ഇത് ലോകത്ത് പലയിടങ്ങളിലും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്, റാറ്റ് ടോർച്ചർ. ഈ റാറ്റ് ടോർച്ചറിൻ്റെ പ്രത്യേകത, ആരെയാണോ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് അയാളുടെ നെഞ്ചിൽ ഒരു കൂടുണ്ടാക്കും. ഒരു കൂട്. ആ കൂടെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കൂടായിരിക്കും. ഇതിങ്ങനെ ഒരു നമ്മുടെ ബക്കറ്റൊക്കെ വെച്ച മാതിരി ഇങ്ങനെ ഒരു കൂടുണ്ടാക്കി വെക്കും. ആ കൂടിനുള്ളിൽ എലികളായിരിക്കും, 3-4 എലികളായിരിക്കും ഉണ്ടാവുക. ആ കൂട് നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെക്കും. അപ്പോൾ നെഞ്ചിനോട് ചേർത്ത് വെച്ച ഭാഗം ആ കൂടിൻ്റെത് ഓപ്പൺ ആയിരിക്കും. അതായത് ഒരു ബക്കറ്റ് നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ബക്കറ്റിൻ്റെ ഭാഗം, വായയുടെ ഭാഗം നമ്മുടെ നെഞ്ചിലും ബാക്കി ഭാഗം ഈ മുന്നോട്ടും. ഇതിനുള്ളിലായിരിക്കും എലി ഉണ്ടാവുക. ഓക്കെ. അതിനുശേഷം ആ ബക്കറ്റ് പോലെയുള്ള ആ കൂടിൻ്റെ അപ്പുറത്തെ സൈഡ് തീയിട്ട് ചൂടാക്കും. അങ്ങനെ തീയിട്ട് ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിലുള്ള എലികൾക്ക് നന്നായിട്ട് ആ ചൂട് വരുമ്പോൾ അവർ രക്ഷപ്പെടാൻ നോക്കും. ചുറ്റും കവർ ചെയ്തപ്പെട്ടുകൊണ്ട് എലികൾക്ക് അങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും എലികൾ എന്ത് ചെയ്യും? നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരും. എലി എന്താ ചെയ്യുക? അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ തുരക്കാൻ തുടങ്ങും. നെഞ്ചിൻ്റെ ഭാഗം തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. അങ്ങനെ ആൾ മരിക്കും. സംഭവം മനസ്സിലായോ? അവിടെ ചൂടാക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഈ എലിയുടെ മുമ്പിലുള്ളത് നമ്മുടെ നെഞ്ചാണ്. അത് തുറന്ന് അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആൾ മരിക്കും. ഇതാണ് രണ്ടാമത്തെ രീതി. എന്താ ആലോചിച്ച് നോക്കൂ, എന്ത് ക്രൂരമായ രീതിയാണ് എന്ന്. ഇതൊക്കെ ആരുടെ തലയിൽ വന്ന ബുദ്ധിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ. മൂന്നാമത്തെ രീതി
സ്കാഫിസം എന്നാണ് അതിന് പറയപ്പെടുന്നത്. സത്യത്തിൽ സ്കാഫിസം എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഫോട്ടോസും നിങ്ങളെ കാണാൻ കഴിയില്ല. കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള എന്താ പറയുക, ആ രീതിയിലുള്ള ഒരുപാട് മുന്നറിയിപ്പുകളുള്ള ഫോട്ടോസാണ് അല്ലെങ്കിൽ ചിത്രങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. സ്കാഫിസത്തിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ ആദ്യം നന്നായിട്ട് പാലും തേനും കൊടുക്കും. അയാളങ്ങ് വയറിളകി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നാണ് അതിൽ പറയുന്നത്. അതെന്തിനാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. പാലും തേനും കൊടുക്കും. പിന്നീട് അയാളെ ശരീരത്തിൽ നിറച്ച് തേനും മറ്റും തേച്ച് വെക്കും. മൊത്തം ശരീരത്തിൽ തേനും മറ്റും തേച്ച് വെക്കും. എന്നിട്ട് അയാളെ ഒന്നുകിൽ ഒരു ബോട്ടിൽ, ഒരു തോണിയുടെ മേലെ ഒരു മരപ്പലക ഉണ്ടാക്കി അതിൽ വെച്ചിട്ട് കംപ്ലീറ്റ് കെട്ടിയിട്ടാണ് ശരീരം മുഴുവൻ തേനും മറ്റു കാര്യങ്ങളൊക്കെ തേക്കുക. സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രാണികൾ, ഉറുമ്പ്, ചിതൽ, പാറ്റ, ഈച്ച എല്ലാം ഈ തേനും മറ്റു കാര്യം കിട്ടാൻ വേണ്ടി ശരീരത്തിലേക്ക് വരും. എന്നിട്ട് ഇയാളെ അങ്ങ് ഒഴുക്കി വിടും. അയാളെ ശരീരത്തിൽ ഈ കണ്ട ജീവികളൊക്കെ ഇങ്ങനെ വന്ന് അരിച്ച് ഇൻഫെക്ഷനായി ഭക്ഷണമില്ലാതെ അയാളങ്ങോട്ട് മരിച്ചു പോകും. ഓരോ നിമിഷവും ജീവൻ പോകുന്നത് മനസ്സിലാക്കി അയാൾ പതിയെ ആൾ മരിക്കുക. ഒരു രക്ഷയുണ്ടാവില്ല. ശരീരം മുഴുവൻ പല തരത്തിലുള്ള ജീവികളിങ്ങനെ കൂട് കെട്ടും. ചിലപ്പം ഈ ബോട്ടിൽ വിടാതെ ഇവരെ ചളിയിലും കിടത്തുന്നു പറയും. ചളിയിലാണെങ്കിൽ കൂടുതൽ പല രീതിയിലുള്ള ജീവികൾ വന്നിട്ട് ശരീരത്തിൽ കയറുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. ഈ രീതിയിലുള്ള ശിക്ഷാരീതിയാണ് സ്കാഫിസം എന്ന് പറയുന്നത്. ഇങ്ങനെ അതിക്രൂരമായ ശിക്ഷാരീതികൾ ഈ ലോകത്ത് നിലനിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് മാത്രമൊന്നുമല്ല, നിങ്ങൾ ലോകത്ത് ഏറ്റവും ക്രൂരമായ 10 ശിക്ഷാരീതികൾ നോക്കിക്കഴിഞ്ഞാൽ പലതുമുണ്ട്. മനുഷ്യൻ്റെ ശരീരം പച്ചയ്ക്ക് തോലിങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് കൊല്ലുന്ന രീതിയുണ്ട്. പല കഷ്ണങ്ങളായിട്ട് ആളുകളെ മുറിക്കുന്ന രീതിയിൽ, അങ്ങനെ പല രീതിയിലുണ്ട്. ഇതിൽ 3 എണ്ണമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, കാര്യം വധശിക്ഷയാണ്, എന്നാൽ അതിനും വേണമല്ലോ ഒരു മിനിമം മാന്യത.